ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറ് കുക്കറിൽ. പലരും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ എല്ലാം വളരെ തിരക്ക് പിടിച്ച ആളുകളല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കുക്കറിൽ തയ്യാറാക്കി എടുക്കാം. റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ നമുക്കും ഉണ്ടാക്കിയെടുക്കാം. ഈ നെയ്ച്ചോറ് നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മുടെ പ്ലേറ്റ് കാലിയാവണത് നമ്മളറിയില്ല. ഈ നെയ്ച്ചോറിന് ആദ്യം തന്നെ നമ്മൾ ഒരു ഗ്ലാസ് അരി എടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. 10 മിനിറ്റ് നേരം നമുക്ക് ഒന്ന് കുതിർത്തി വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീര റൈസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതി റൈസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ജീര റൈസ് വന്നിട്ട് നെയ്ച്ചോറിന് വളരെ നല്ലതാണ്. ചെറിയ അരി ആയതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ അടപ്പത്ത് വെച്ചു. 1 ടേബിൾ സ്പൂണ് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു കഷ്ണം കറുകപ്പട്ട, 2 ഏലക്കായ, 2-3 കരയാമ്പൂവ്, അതേപോലെ ഒരു 5-10 കുരുമുളക്. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് ഒരു സബോള നൈസായി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. സബോള ഒരെണ്ണം നമ്മൾക്കെടുത്ത് ഇതേമാതിരി വറുത്ത് എടുത്താൽ മതി. അതിൽ തന്നെ നമുക്ക് ചോറിട്ട് ഇളക്കി എടുക്കാവുന്നതാണ്. വേറെ നമുക്ക് സബോള വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് ചോന്ന് വരുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറിലേക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പാണ്. അപ്പോൾ നമുക്ക് സബോള വേഗം തന്നെ വാടിക്കിട്ടും. ഇത് ഒന്ന് നല്ല പോലെ ചോക്കുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് കീറിയിട്ടതാണ് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഒരുവിധം നമ്മുടെ സബോള വാടി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സബോള മൊരിഞ്ഞു. ഇനി നമ്മൾക്ക് അതിൽ അരി കഴുകി വെച്ച് 10 മിനിറ്റ് നേരം കഴുകി വെച്ച് അരി വെള്ളം വാർന്ന് നമ്മൾക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ പരുവത്തിൽ ആയിരുന്നാൽ മതി. വെള്ളം നന്നായി ഈ അരിപ്പയിലിട്ട് നമുക്ക് വാറ്റി കളഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഒരു 2 മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. നമ്മുടെ ചാനലിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഒരുവിധം നമ്മുടെ അരി നന്നായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരി 1.5 ഗ്ലാസ് വെള്ളം. 10 മിനിറ്റ് നേരം നമ്മൾ കുതിർത്തി വെച്ചതുകൊണ്ട് നമ്മൾക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നന്നായി ഇതൊന്ന് ഇളക്കി ഇതിലേക്ക് നമ്മൾ ഒരു കറുകപ്പട്ടയുടെ ഇല നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. 2 പുതിന ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മല്ലിയില. ഇനി നമ്മൾക്കൊന്ന് ഇളക്കി 1/2 ടീസ്പൂണ് നാരങ്ങ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം. ഒരു വിസിൽ വന്നാൽ മതി. നമ്മുടെ ചോറ് നന്നായി വെന്ത് കിട്ടും. ഇനി നമ്മൾക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് വറുത്തെടുക്കാം. ഒന്ന് ചോന്ന് വരുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. അങ്ങനെ നമ്മുടെ കുക്കർ ഒരു വിസിൽ വന്നു. ഇനി നമുക്ക് അടുപ്പ് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ചോറ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതേമാതിരി വെന്ത് വന്നു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റായിരിക്കും. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചട്നിയാണ് ഞാൻ അരച്ചിരിക്കുന്നത്. അത് ചെറിയ ഉള്ളിയും തേങ്ങയും കൂടി വറുത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ഒരു 1/2 ടീസ്പൂണ് നാരങ്ങനീരും ഉപ്പും കൂടി ചേർത്ത് ഞാൻ അരച്ചെടുത്തതാണ്. എല്ലാവർക്കും നൊയമ്പ് കാലമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഒരു ചട്നി അരച്ച് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ റെസിപ്പി റെഡിയായി കഴിഞ്ഞു. ഇനി ചൂടായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇനി നിങ്ങൾ ഇതെല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.